അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച വളരെ പവിത്രമേറിയ ഒരു രാവാണ് ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ രാത്രിയിൽ മഗ്രിബോടുകൂടെ നമ്മൾ ചൊല്ലേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില ദിക്റുകളും ദുആകളും ഒരു സ്വലാത്തും ചില സ്വലാത്തുകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഡെയിലി പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഈ എങ്ങനെയാണ് വരേണ്ടത്, എന്താണ് ഇതിൻ്റെ, എപ്പോഴാണ് വിളിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അറിയിക്കാറുണ്ട്. വാട്സപ്പ് ഇപ്പോൾ നമ്പർ സേവ് ചെയ്ത് വെച്ചാലല്ലേ കാണാൻ പറ്റുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി നോക്കിയാൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ശനി ഞായർ ദിവസങ്ങൾ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഈ വെള്ളിയാഴ്ച രാവ് എന്നൊക്കെ പറയുമ്പോൾ ഈ കാലം ഇങ്ങനെ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഇബാദത്തുകളിലും ആരാധനകളിലും ആത്മീയതയിലൊക്കെ ശോഷണം സംഭവിക്കുന്നുള്ളതാണ്. അങ്ങനെ ശോഷണം സംഭവിച്ചു പോകാൻ പാടില്ല. ഈ ഫസാദിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ദീന് മുറുകെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കാലം ദ്രുതഗതിയിൽ സഞ്ചരിച്ചാലും, എത്ര ടെക്നോളജി വളർന്നാലും, നമുക്കെത്ര തിരക്കുണ്ടായാലും ഈ ആത്മീയമായിട്ടുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കുകയോ അതിനെ മാറ്റി നിർത്തുകയോ ചെയ്യരുത്. എങ്ങനെയാണോ പഴയ കാലം മുതൽ ഇതൊക്കെ നടന്നു പോയിരുന്നത്, എങ്ങനെയാണതുണ്ടായിരുന്നത്, ആ തനിമയിലൂടെ തന്നെ കൊണ്ടുപോകണം. നമുക്കൊക്കെ അറിയാം, പണ്ട് കാലങ്ങളിൽ പ്രായമുള്ളവർ പറയുന്നത് കേൾക്കാം. അവർ നിസ്കരിക്കാൻ വേണ്ടി മഗ്രിബിന് പള്ളിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ ചെറിയ പ്രായങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും പല വീടുകളിൽ നിന്നും മഗ്രിബായി കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ ഇതിങ്ങനെ കൃത്യമായി ഓതി പഠിക്കുന്നത് അയൽ വീട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. ഇന്നങ്ങനെ കേൾക്കുന്നുണ്ടോ? ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതും വുളൂഇൻ്റെ ഫർളുകളെ ചൊല്ലിപ്പഠിക്കുന്നതും നിസ്കാരത്തിൻ്റെ 14 ഫർളുകളിൽ 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നതും അയൽപക്കങ്ങളിലെ വീടുകളിൽ നിന്ന് കേൾക്കുമായിരുന്നു. മഗ്രിബിൻ്റെ സമയത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നഫീസത്ത് മാലയും മങ്കൂസ് മൗലിദും അസ്മാഉൽ ബദറും അസ്മാഉൽ ഹുസ്നയും ഹദ്ദാദ് റാത്തിബൊക്കെ ചൊല്ലുന്നത് കേൾക്കുമായിരുന്നു. ഇന്ന് കാലത്തിൻ്റെ സഞ്ചാരത്തിനിടയിൽ അതൊക്കെ നമ്മൾ മറന്നുപോയി, നമുക്ക് സമയമില്ലാണ്ടായി. അതൊക്കെ നമ്മുടെയൊക്കെ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് പഴയകാല പ്രായമുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ. അതൊക്കെ ഇന്ന് ഇല്ലാതെയായിപ്പോയി, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ കാരണം ആത്മീയത കൈവടിഞ്ഞതാണ്. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് തന്നെ അതാണ്. വെള്ളിയാഴ്ച രാവെങ്കിലും നമ്മൾ പരിഗണിക്കുക. ചൊല്ലേണ്ടുന്ന ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ അതുമാത്രം മതിയാകുന്നതാണ്. അപ്പോൾ വെള്ളിയാഴ്ചയാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളെല്ലാ ദിവസവും വീഡിയോയിൽ പറയാറുണ്ട്. നമ്മൾ നേരത്തെ ഒരുങ്ങുക വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. അതെപ്പോഴാണ് ഒരുങ്ങി തയ്യാറാവേണ്ടത്? അത് വ്യാഴാഴ്ച മഗ്രിബോട് കൂടെ തന്നെ ഒരുങ്ങി തയ്യാറാവണം. എങ്ങനെ വ്യാഴാഴ്ച മഗ്രിബോട് കൂടെ ഒരുങ്ങി തയ്യാറാവുക? വ്യാഴാഴ്ച ഒരു അസർനേഷൊക്കെ ആയിട്ട് നഖം മുറിച്ച് വൃത്തിയായി ശരീരത്തിൽ വൃത്തിയാക്കേണ്ട ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി ശുദ്ധിയോടുകൂടെ വെള്ളിയാഴ്ച രാവിനെ സ്വാഗതം ചെയ്യുക. വെള്ളിയാഴ്ച രാവിനെ സ്വാഗതം ചെയ്ത് വളരെ ആത്മാർത്ഥമായിട്ട് മഗ്രിബോട് കൂടെ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതല്ലേ, ഒരു സമയം ഇതിലുണ്ട്, ആ സമയത്ത് എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് അത് നൽകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു സമയം അതിലുണ്ട്. ആ സമയത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക. മഗ്രിബ് മുതൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ ദിക്റുകളിലും തസ്ബീഹുകളിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലും ആവുക. യാസീൻ ഓതുക.
സൂറത്തുൽ മുൽക്ക് ഓതുക, സൂറത്തുൽ വാഖിയ ഓതുക, സൂറത്തുൽ സജ്ദ ഓതുക. ഓതേണ്ടുന്ന സൂറത്തുകളൊക്കെ അറിയാത്ത പ്രശ്നമൊന്നുമല്ല, നമ്മളത് ഓതുക. ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെയായിട്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം, എളുപ്പമുള്ള സ്വലാത്തുകളൊക്കെ ഒരുപാടുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ വലിയ പുണ്യമുള്ള സ്വലാത്താണ്, നമ്മുടെ മജ്ലിസിലൊക്കെ വെച്ച് നമ്മളെപ്പോഴും ചൊല്ലുന്ന സ്വലാത്താണ്. ആ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. സ്വലാത്തുൻ നാരിയ, പഴയകാല ആലിമീങ്ങൾ, ഉലമാക്കൾ, സാദാത്യങ്ങൾ, സൂഫിയാക്കൾ ഒക്കെ ചൊല്ലിയിരുന്നാണ് സ്വലാത്തുൻ നാരിയ. നാരിയത്തു സ്വലാത്ത് ചൊല്ലുക. രോഗശിഫായിൻ്റെ സ്വലാത്ത്, തിബ്ബുസ്വലാത്ത് ചൊല്ലുക. വെള്ളിയാഴ്ച രാത്രിയിൽ തന്നെ അൽക്കഹ്ഫ് ഓതാൻ പറ്റുമെന്നെങ്കിൽ അൽക്കഹ്ഫ് ഓതുക. നേരത്തെ കിടന്നുറങ്ങുക, ഭക്ഷണം നേരത്തെ കഴിക്കുക. നേരത്തെ കിടന്നുറങ്ങിയിട്ട് തസ്ബീഹ് മാല കയ്യിലും പിടിച്ച് കലിമത്തു തൗഹീദിൻ്റെ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, അതിങ്ങനെ ചൊല്ലിയിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോവുക. അങ്ങനെ ഉറങ്ങിപ്പോവുക. തഹജ്ജുദിന് എണീക്കുമെന്നുള്ള നിയ്യത്ത് മനസ്സിൽ കരുതുക. തഹജ്ജുദിന് എണീക്കുക, കാമിലായ വുളു എടുക്കുക, വുളു എടുത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരിക്കും. മനുഷ്യരെല്ലാം കരിമ്പടം പുതച്ച് കിടന്നുറങ്ങുന്ന സമയം. തലേ ദിവസം രാത്രിയിൽ നൈറ്റ് ലൈഫൊക്കെ കഴിഞ്ഞ് പാർട്ടി കഴിഞ്ഞ് ഒരു 11, 12, 1 മണി 2 മണിക്കൊക്കെ വന്ന് 8 മണിക്കൊക്കെ എണീക്കുന്ന, 9 മണിക്കൊക്കെ എണീക്കുന്ന, സുബഹി ഖളാ ആക്കുന്ന, സുബഹി കട്ടാക്കുന്ന, അങ്ങനെയൊക്കെ കിടന്നുറങ്ങി ഒരു പ്രത്യേക കോലത്തിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നാമും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന സമയം അല്ലേ? നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്കെല്ലാം തുറന്നു വെക്കാൻ പറ്റുന്ന സമയം. ആ സമയത്ത് എണീക്കുന്ന ആളുകളുടെ അനുഭവങ്ങളൊന്ന് കേട്ടോക്കൂ. എന്തൊരു പ്രത്യേക ഫീലാണ്. ഒന്ന് അനുഭവിച്ചത് ചെയ്തു നോക്കൂ. രാത്രി ഒരു ശബ്ദം ഉണ്ടാവില്ലല്ലോ, ഒരു മൂകമായ അന്തരീക്ഷം, ഒരു സൂചി നിലത്ത് വീണാൽ പോലും കേൾക്കുന്ന നിശബ്ദത. പക്ഷികളെല്ലാം കൂടണഞ്ഞു, എല്ലാം നിദ്രയിലാണ്, എല്ലാം ഇരുട്ടിൻ്റെ അഗാധമായ ഇരുട്ടിലങ്ങ് ഉറങ്ങിപ്പോയിരിക്കുകയാണ് എല്ലാവരും. നേരത്തെ പറഞ്ഞതുപോലെ നേരം വൈകി DJ പാർട്ടികളൊക്കെ കഴിഞ്ഞ് ടർഫിൽ ഫുട്ബോളൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് എല്ലാവരും കിടന്നുറങ്ങി സുബഹി പോലും കട്ടാക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ എണീച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, അള്ളാഹിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയണം. നമ്മുടെ റബ്ബ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന സമയമാണ്, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ്. നിങ്ങൾ ഈ ഒരു ചിട്ട ഇതേപോലെ കൊണ്ടുപോയി നോക്കൂ. എല്ലാ ദിവസവും തഹജ്ജുദിന് എണീക്കാൻ കഴിയാത്തവർ വെള്ളിയാഴ്ച രാവിലെങ്കിലും എണീക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. നല്ല ഫലം ഉണ്ടാകും. പറ്റുമെങ്കിൽ ഒരു യാസീൻ ആ സമയത്ത് ഓതുക. ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്നവരുണ്ട് കേട്ടോ. തഹജ്ജുദിന് എഴുന്നേൽച്ചിട്ട് ഒരു ദിവസവും ഒഴിവാക്കാതെ സൂറത്തുൽ ഫത്ഹ് ഓതുന്ന ഉപ്പമാരുണ്ട്. അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന ചൊല്ലി അള്ളാഹിനോട് ദുആ ചെയ്യുക. അപ്പോഴേക്ക് സുബ്ഹ് ബാങ്ക് കൊടുക്കണം. സുബ്ഹ് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളെ മക്കളൊക്കെ വിളിക്കുക, ചെറിയ മക്കളൊക്കെ അവരൊക്കെ വിളിച്ച് സുബഹി ഖളാ ആവുന്നതിൻ്റെ മുമ്പൊക്കെ വിളിച്ചാലും മതി, ചെറിയ മക്കളല്ലേ. അങ്ങനെ സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, എന്നിട്ട് സുബഹ് നിസ്കരിച്ചു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. നിങ്ങൾ അന്നത്തെ ദിവസം ആ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രമേൽ മഹത്വമുള്ളതാണ്. അന്ന് മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. ഒരു ദിവസം എന്തായാലും മരണപ്പെടുമല്ലോ, സ്വർഗ്ഗം ഉറപ്പല്ലേ, നമ്മുടെ നിയ്യത്ത് നല്ലതാണല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് എഴുന്നേറ്റ് ആ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ച് ഈ സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകളിലും തസ്ബീഹുകളിലൊക്കെ ആയിട്ട് സമയം ചിലവഴിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ പ്രതിഫലാർഹമാണ്. നല്ല നിയ്യത്തിൽ ഇങ്ങനെ ഇരിക്കാം. ളുഹാൻ്റെ സമയം വരികയാണ് അല്ലേ? ആ ളുഹാൻ്റെ സമയത്ത് ളുഹാ നിസ്കരിച്ച് അവിടെ ഇരുന്ന് ആ സമയത്ത് റബ്ബിനോട് 2 മിനിറ്റ് ചോദിക്കാൻ നമുക്ക് സമയം ഉണ്ടാവും. ആ 2 മിനിറ്റിലെല്ലാം ചോദിക്കേണ്ടത് ചോദിക്കുക. ഇത് അള്ളാഹ് കാണണമല്ലോ, അള്ളാഹ് നമുക്ക് നൽകും. റബ്ബിനോടെല്ലാം ചോദിച്ചു വാങ്ങിക്കുക, ചോദിച്ചെന്നെ വാങ്ങിക്കണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ട് അള്ളാഹ് എനിക്ക് തന്നോളൂ, ഞാനെന്തിനാണ് ചോദിക്കുന്നത്. നമ്മുടെ റബ്ബിനോട് ചോദിച്ച് വാങ്ങിക്കണം. അത് അള്ളാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക, സ്വതക്ക വർദ്ധിപ്പിക്കുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാനും ഖൈർ ലഭിക്കാനും സന്തോഷം ലഭിക്കാനൊക്കെ കാരണമാകും.
അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ താഴെ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ വെള്ളിയാഴ്ച രാവിലും പകലുകളിലൊക്കെ ഉള്ള മജ്ലിസിൽ ദുആ ചെയ്യും. അള്ളാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.